ഹോൾട്ട്. വട്ടപ്പാറ അച്ഛന്റെ വണ്ടിയല്ലേ ഇത്? അതെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വട്ടപ്പാറ അച്ഛന്റെ തനിനിറം നിങ്ങൾക്ക് ഇന്ന് കാണാം. കർത്താവേ, കരികാലത്ത് ചേത്താന്മാർ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ കിടന്ന് വായിട്ടലക്കണ്ട. ഒരുത്തനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ മര്യാദ സംസാരിച്ച് ഞാൻ കൈവച്ചു. അങ്ങോട്ട് കൊള്ളം കുടിക്കാൻ നടക്കുന്നു. അല്ല, ഇത് പോയില്ലേ? ഞാൻ കുറച്ച് വേണോ? കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട്. റെസ്റ്റ് ചെയ്യാനേ? ഇത് റെസ്റ്റ് ഹൗസ് അല്ല, ചാരായ ഷാപ്പാ. അങ്ങോട്ട് ഇറങ്ങി. അല്ലേ, ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ച് ഉപദേശം. ചമാച്ച, ചമാച്ച, ഗീവർഗീസ് മാത്യു. മക്കളെ, ആദ്യം ഓടി വന്ന് ചാച്ചയ്ക്ക് ഉമ്മ വരുന്നവനെ 2 വട. വാ. എന്താ നിന്ന് കളഞ്ഞേ? വാ മക്കളെ. അമ്മയല്ലേ കാലത്ത് പറഞ്ഞത് ചാച്ചി എന്നെ കുടിക്കത്തില്ലെന്ന്. വാടാ. അടുത്ത ആഴ്ച മോലാളിന്റെ കൂടെ വയനാട്ടിൽ പോകും. അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു ഇത്തിരി. എനിക്കൊന്നും കേക്കണ്ട. ഇത് കൊണ്ടുപോയി നീ മക്കൾക്ക് കൊടുക്കും. നേരിട്ട് അങ്ങ് കൊടുത്തേച്ചാ മതി. കുളിച്ചിട്ട് വാ, അത്താഴം വിളമ്പാം. കുഞ്ഞുങ്ങൾ വല്ലതും കഴിച്ചോ? അവര് കഴിച്ചതാ. നീയോ? അനി, നാളെ മുതല് നിന്നാണ് ഞാൻ. വാ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, ദുഃഖിതരെ, മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും കരിസ്മാറ്റിക് ധ്യാനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ആഭാസന്മാർ, മദ്യം വിൽക്കുന്ന ആഭാസന്മാർ, ഇവർക്കെല്ലാം ധ്യാനവേദിയിലേക്ക് സ്വാഗതം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും. മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, കാനായിലെ കല്യാണത്തിന് വെറും പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന്. സമ്മതിച്ചേ? ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനം എന്നും പറഞ്ഞിറങ്ങിയ എന്നെപ്പോലുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ. വിരലിലെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലമ്പ്രദേശത്ത്, അതും ദരിദ്രവാസികളായ കുടിയന്മാര് മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആഫീസ് പൂട്ടിപ്പോകും കർത്താവേ. എന്തോ കർത്താവേ? ചാണ്ടി, ഓ, താനായിരുന്നോ? അല്ല, വല്ല കേട്ടോ? എന്തോന്ന്? അനൗൺസ്മെന്റോ, രോഗശാന്തിയോ, കരിസ്മാറ്റിക്കോ? ഇല്ല. താനൊരു കാലടെ. ഓ, ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനല്ല മുട്ട ഫ്രീ. അയ്യോ, ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല. ജോലി കൂടുതലുണ്ട്, ക്ഷീണിച്ച പഴയ നടുവേദന വരും. അന്നേരം 1 ഏറിയ 1.5. അത് എന്നൊന്നുമില്ല. ഉണ്ടോ ആനി? താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല.
താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു? മദ്യപാനം ഒരു മാനസിക രോഗമാണ്. ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ടും. ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. അല്ല ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. 3 ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കൊടുത്തു. ജോണിക്കുട്ടി ധ്യാനത്തിന് പോകുന്നു. പോണം. പോണം. ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. അപ്പൊ പോണം അല്ലേ? പോണം. അതെ. ഉം. ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? അവിടെ ടിക്കറ്റ്. ഒരടിവാരം. ആളിറങ്ങാണ്ടോ? ഉണ്ട്. വേഗം വാ. ഇറങ്ങി വേഗം ഇറങ്ങ. ഹിന്ദി പിടിക്കില്ലെന്ന് ഇറങ്ങാന്നേ. വേഗം ഇറങ്ങ. മടിയിലേക്കാതെ മേലോട്ട് കയറ്. കൊച്ചിനെടുത്ത് മടി വെച്ചൂടെ? പോട്ടെ. ആളിറങ്ങണം. നിങ്ങൾ അടിവാരത്തിലേക്ക് അടിവാരത്തിന് ടിക്കറ്റ് എടുത്താ മേൽവാരത്ത് ഇറക്കല്ലേ? അയ്യടാ, വണ്ടി എടുത്താൻ പറ. യാത്രക്കാരൻ്റെ ഇഷ്ടത്തില്ലേ ഇറങ്ങുന്നത്? എല്ലാരും ഉണ്ടല്ലോ. സ്കൂളിലേക്കായിരിക്കും. അല്ല, സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി കോളേജിലേക്കാ. ജോണിച്ചൻ വീട്ടിലുണ്ടോ മോളെ? ഒരാളുടെ വീട്ടിൽ നിന്ന് 2 പശുവിന് കൊടുക്കാനെന്ന് പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വൈകിട്ട് വരില്ല. ചാച്ച 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ജോണി എങ്ങോട്ടാ പോയത്? ദൂരേക്ക് വല്ല ട്രിപ്പും പോയതാ? ചെലപ്പോ എന്നെ തന്നെ വരാനും മതി. വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കണോടാ നീ? അതയാൾ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത്? മോനൂട്ടാ കരയല്ലേ? ദാ വരുന്നു. ഓ, വരുന്നൊന്ന് പറഞ്ഞില്ലേ? എന്താ? സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണി ഉള്ളപ്പോ. ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലം ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം അനി. ഞാൻ ഒരുപാട് ആശിച്ചു പോയി. ദൈവം തമ്പുരാൻ നമുക്കുണ്ടാക്കി തന്ന അവസരം. ആനിയെ കൊച്ചിനെ തുറക്കി ഞാനിവിടെ ഇരിക്കാം. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അനി നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനാണ് സത്യം.